ഖുർആൻ പാരായണം എന്നുള്ളതും ഖുർആനെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതും പ്രത്യേകിച്ച് റമദാനിന്റെ ദിവസങ്ങളിൽ നമുക്കറിയാം വളരെയേറെ ശ്രേഷ്ഠമായ അൽഹംദുലില്ലാ. അപ്പോ അതിനുള്ളൊരു അവസരമാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ജുസാണല്ലോ ഇന്ന് കഴിഞ്ഞത് അല്ലെ. അതിൽ നിന്ന് എന്തൊക്കെയാണ് അള്ളാഹു തആല ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടൊന്നും നമുക്കിപ്പോ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയില്ല. എന്നാലും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ പിന്നെ എല്ലാവർക്കും അറിയാം അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ രണ്ട് പ്രകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നായിരുന്നു സൂറത്തുൽ ഫാത്തിഹ. നമുക്ക് നമ്മളെ റബ്ബിനോട് സംസാരിക്കാൻ നമസ്കാരങ്ങളിൽ അല്ലാഹു തആലയോട് സംസാരിക്കാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന ഒരു അധ്യായം കൂടിയാണല്ലേ. ഇസ്തിആദ, ബസ്മല, ഈ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊന്നും പറയുന്നില്ല. എന്തായാലും എല്ലാ നമസ്കാരങ്ങളിലും സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് ആ റബ്ബിനോടുള്ള ആ സംസാരം, റബ്ബിന്റെ ആ ഒരു മറുപടി, അതൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ഓതാൻ ശ്രദ്ധിക്കുക. സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ് അല്ലെ. ഏറ്റവും നമ്മളെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന ഒരു ദുആ ആണ്. അപ്പൊ അത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. റമദാനിന്റെ ദിവസങ്ങൾ പ്രാർത്ഥനക്ക് ഏറെ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം തന്നെ പ്രാർത്ഥനയാണ്. ഖുർആനോതും എല്ലാം ദിക്റുകളും ഒക്കെ പ്രാർത്ഥനയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം അള്ളാഹു അനുഗ്രഹിച്ച, അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ച, നേരായ പാതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ആളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും, അള്ളാഹുവിന്റെ കോപമുണ്ടായ, അള്ളാഹു വഴിപിഴപ്പിച്ച ആൾക്കാരുടെ കൂടെ പെട്ടുപോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു സംരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ സൂറത്തുൽ ബഖറയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, സത്യത്തില് ഒരുപാട് നമ്മളെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ അറിയിച്ചു തരുന്നുണ്ട്. വിശദമായ പഠനങ്ങൾക്ക് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അൽഹംദുലില്ലാ, സൂറത്തുൽ ബഖറ പഠിച്ചു തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നിങ്ങളെ ഭാഗത്തുനിന്ന് ഈ റമദാനിൽ തന്നെ തുടങ്ങുക. ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ നിങ്ങൾ അതിനെ സഹായിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഖുർആനിന്റെ ഹിഫ്ളും അതുപോലെ തന്നെ അതിന്റെ അർത്ഥങ്ങളിലേക്കും ആശയതലങ്ങളിലേക്കും അതിന്റെ പാഠങ്ങളിലേക്കും നമ്മൾ എത്തിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ നമ്മളെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം. അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ. മിക്ക സൂറകളുടെയും തുടക്കത്തിൽ നമുക്ക് കാണുന്ന കേവലാക്ഷരങ്ങൾ അല്ലെ. സത്യത്തില് നമുക്ക് അറിയില്ല എന്താണത് അല്ലാഹു തആല അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം അല്ലെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ബഖറയുടെ ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു തആല മുത്തഖീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മുത്തഖീങ്ങൾ പിന്നെ അവരുടെ പ്രധാനപ്പെട്ട 5 ഗുണങ്ങൾ. അപ്പോ ആ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഈ പരിശുദ്ധ ഖുർആൻ ഇതിന് യാതൊരു സംശയവും ഇല്ലാത്ത ഒരു ഗ്രന്ഥമാണ് അല്ലെ. ഇത് മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല ഹുദയായിട്ട് ഇറക്കിയത്. അപ്പൊ അള്ളാഹുവിന്റെ ഹുദ നമുക്ക് ലഭിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ മുത്തഖി ആയിട്ടില്ലേ, നമ്മൾ എങ്ങനെ ആവണം, നമുക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടാവണം, അത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനെ വിശ്വസിച്ച് നമ്മളെ നമസ്കാരം കൃത്യമായി നിർവഹിച്ച് അള്ളാഹു നൽകിയതിൽ നിന്നും ചിലവഴിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അതിനു മുമ്പുള്ളതിലും എല്ലാം വിശ്വസിച്ച് പരലോകത്തിൽ ദൃഢമായി വിശ്വസിച്ച അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾ, അവർക്കാണ് അള്ളാഹു ഹിദായത്തും വിജയവും നൽകുന്നത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഹിദായത്ത് നൽകുന്ന, അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ച സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ വിജയം, ആ മഹത്തായ വിജയത്തിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും എത്തിക്കട്ടെ. ആമീൻ. പിന്നീടുള്ള ആയത്തുകളില് പരമാവധി ചുരുക്കി പറയാട്ടോ.
ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരോടും പറയുന്ന പല കാര്യങ്ങളും, അതില് സത്യനിഷേധികള് കാഫിരീങ്ങളെ കുറിച്ച് പറയുന്നു. അതായത് കണ്ണും കാതും ബുദ്ധിയും യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കാത്ത സത്യനിഷേധികളെ കുറിച്ച്, അള്ളാഹുൽ വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ച്, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ മുനാഫിഖീങ്ങളെ കുറിച്ച് നമുക്ക് അല്ലാഹു തആല, അവിടെ വിശ്വാസികളെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അല്ലാഹു തആല പറയുന്നുണ്ട് അല്ലെ. അപ്പോ ആ കപട വിശ്വാസികളുടെ സ്വഭാവങ്ങള്, അവരുടെ ഉപമകള് ഒക്കെ അല്ലാഹു തആല ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുമ്പോ, പിന്നെ അവിടെയൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് എന്താണ്? ഒരിക്കലും ഈ പറഞ്ഞ മുനാഫിഖിന്റെ ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളിൽ ഈ പറഞ്ഞ യാതൊരു ലക്ഷണങ്ങളും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടവരാകണം. മുനാഫിഖിന്റെ യാതൊരു ഇതും നമ്മളിൽ വരാതെ നമ്മളെ നഫ്സിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. അതുപോലെ തന്നെ അല്ലാഹു തആല ഈ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹു മനുഷ്യരെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്യുന്നിട്ട് അല്ലാഹു തആല അവിടെ അള്ളാഹുവിന്റെ ആഹ്വാനം എന്നുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം, സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടി അല്ലാഹു തആലന്റെ ഒരു ആഹ്വാനം നമ്മളെ ഓരോരുത്തരെയും ഇബാദത്തിലേക്ക്, അതായത് മനുഷ്യരാശി മുഴുവനും ഇബാദത്ത് ചെയ്യേണ്ടത് ഏകനായ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച, നമുക്ക് ആകാശങ്ങളെ നമുക്ക് സംവിധാനിച്ചു തന്ന, ഭൂമിയെ നമുക്ക് വേണ്ട വാസയോഗ്യമാക്കി തന്ന, വെള്ളം ഇറക്കി തന്ന, ഫലവർഗങ്ങൾ തന്ന ആ റബ്ബിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊരാഹ്വാനം. ഒരിക്കലും ആ റബ്ബില് മറ്റൊരാളെ പങ്കു ചേർക്കരുത് എന്ന പിന്നെ ഒരു വെല്ലുവിളിയാണ് അല്ലാഹു തആല, അതായത് അള്ളാഹുവിന് പുറമെ ഇലാഹുകളുണ്ട് എന്ന് പറയുന്ന നിങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അല്ലാഹു തആല പറയുന്നില്ലേ, ഇതുപോലെയുള്ള ഒരു സൂറത്ത് അല്ലെ എങ്കിലും നിങ്ങൾ എന്താക്കണം, കൊണ്ടുവരണം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സഹായം ചോദിക്കാം, പക്ഷെ അവർ ഒരിക്കലും അതിന് അവർക്ക് കഴിയൂല എന്ന് അല്ലാഹു തആല വെല്ലുവിളിച്ച് പറയാം. പിന്നെ നരകത്തിലെ ഇന്ധനം അത് മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്നു പറയുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ സ്വർഗീയ സുഖങ്ങളെ കുറിച്ച്, സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നു. പിന്നെ അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലെ, മനുഷ്യരാശിയുടെ തുടക്കത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരാം. അതൊരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ആദം അലൈഹി സ്വലാമിന് അല്ലാഹു തആല ഖലീഫ അല്ലെ, അതായത് മനുഷ്യരെ അള്ളാഹു ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധികളാക്കി ഭൂമിയിലേക്ക് നിയോഗിച്ച് നമ്മളെ ഓരോരുത്തരെയും, അതിന്റെ ലക്ഷ്യം, പിന്നെ ആദം അലൈഹി സ്വലാമിന് എല്ലാ പേരുകളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അല്ലാഹു തആല മലക്കുകളോടും എല്ലാവരോടും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയും അവിടെ നിന്ന് ഇബ്ലീസ് വിസമ്മതിക്കുകയും അഹങ്കാരം നടിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്ത സമയത്ത് അല്ലെ, അവിടെ ശത്രുവായി മാറുകയാണ്. പിശാച് മനുഷ്യന്റെ ശത്രുവായി തീരുന്നത് അവിടം തൊട്ടായിരുന്നു. ആദം അലൈഹി സ്വലാമിനെയും ഹവ്വ അലൈഹി സ്വലാമിനെയും അല്ലാഹു തആല സ്വർഗത്തിൽ താമസിപ്പിച്ചു. എന്നാൽ പിശാചിന്റെ വഞ്ചന അല്ലെ, പിശാച് അവരെ വഞ്ചിച്ച് ആ ഒരു അവസ്ഥയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥ. അതൊക്കെയും ഓരോ പരീക്ഷണങ്ങളായി നമ്മൾ കണ്ട് അറിയണം. പിശാചിന്റെ വഞ്ചനകളെ നമ്മൾ തിരിച്ചറിയാനൊക്കെ ഉള്ള നമ്മൾക്കുള്ള
ഒരു മുൻകരുതലാണ്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് മറ്റൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഒരിക്കലും പിശാചിനെ പോലെ അഹങ്കാരം നടിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിക്കുന്ന ഒരാളാകാൻ പാടില്ല. നേരെ മറിച്ച് ആദം അലൈഹിസ്സലാം തെറ്റ് സംഭവിച്ചു പോയെങ്കിലും അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം പശ്ചാത്താപ മനസ്സോടുകൂടി ഖേദിച്ച് മടങ്ങിയ സന്ദർഭത്തിൽ അള്ളാഹു തആല ആ പശ്ചാത്താപം സ്വീകരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ മനുഷ്യനാണ്, നമുക്ക് മനുഷ്യ സഹജമായി തിന്മകൾ വന്നു പോയേക്കാം. ഒരിക്കലും നമ്മളെ തെറ്റില് നമ്മൾ ഉറച്ചു നിൽക്കാൻ പാടില്ല. ധാരാളമായി തൗബ ചെയ്ത് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ച് നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങും. ഒരിക്കലും പിശാചിന്റെ പാതയിലേക്ക് നമ്മൾ ആയി പോകാൻ പാടില്ല. പൈശാചകതകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അത് നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് അള്ളാഹു തആല ബനൂ ഇസ്രായേലിൽ നിന്നുള്ള ചില പാഠങ്ങളാണ് അള്ളാഹു തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്തതിനേക്കാൾ അപ്പുറത്തേക്ക് കാര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് ഈ ആയത്തുകളിലൂടെ അറിയിച്ചു തരുന്നുണ്ട്. നമസ്കാരം, സകാത്ത് വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സ്വന്തത്തെ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തത്തെ മറന്നു കളയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന നിലക്കുള്ള ഉപദേശങ്ങൾ. കാരണം അവർക്ക് വന്ന ചില പിഴവുകളാണ് അതൊക്കെ അല്ലെ. ബനൂ ഇസ്രായേലിൽ അവരിൽ വന്ന ഒരുപാട് പാളിച്ചകൾ, പോരായ്മകൾ അള്ളാഹു തആല നമുക്ക് എടുത്തു കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആവരുത് അല്ലെ. സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത്. സത്യത്തെ മറച്ചു വെക്കരുത്. നമ്മൾ സത്യം സത്യമായി മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുക. സത്യത്തിന്റെ കൂടെ ഒരുപാട് ബാത്തിൽ കൂട്ടിക്കലർത്തി പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. വിശ്വാസത്തിൽ പോലും കലർപ്പ് വരുത്തി അവര് സ്വന്തം കൈപ്പടങ്ങൾ കൊണ്ട് അല്ലെ മാറ്റിമറിച്ച ആ ഒരു അവസ്ഥകളാണ് ബനൂ ഇസ്രായേലിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അല്ലാഹു തആലന്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട ആയത്തുകൾ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. അപ്പൊ അത് നമ്മൾ മുറുകെ പിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ക്ഷമ, നമസ്കാരം എന്നുള്ളത്. നോമ്പ് എന്നുള്ളത് ക്ഷമ അല്ലെ, ക്ഷമയുടെ മാസം കൂടിയാണ്. എല്ലാം നമുക്ക് പരിശീലിക്കാനുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ നാളെ ഒരു ഒരു ദിവസമുണ്ട് എന്നും അന്ന് നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കർമ്മങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല, വേറെ ഒരാളും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല എന്ന് അള്ളാഹു തആല ഓർമ്മിപ്പിക്കുന്ന ഈ ബനൂ ഇസ്രായേലിന്റെ ചരിത്രങ്ങൾ പറയുന്നതിനിടയിൽ അല്ലെ. പിന്നെ അവർക്കിടയിൽ ഒരു കൊലപാതകം നടക്കുകയും അതിന്റെ തെളിവ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു തആല ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞതും, അതിനു മുമ്പ് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല ഈ ബനൂ ഇസ്രായേലിന് നൽകുന്നുണ്ട് അല്ലെ. നമുക്കറിയാം മന്ന, സൽവ അല്ലെ, നല്ല സുഭിക്ഷമായ ഭക്ഷണം. അത് മാത്രമല്ല, അതിനു മുമ്പ് ക്രൂരനായ ഫിറഔനിൽ നിന്നും മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലിനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയ ചരിത്രം. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമുക്ക് അള്ളാഹു തആല വളരെ നല്ല രൂപത്തിൽ ഈ ആയത്തുകളിലൂടെ നമുക്ക് സൂറത്തിന്റെ ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ എന്ന് അല്ലാഹു തആല എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലെ. സത്യത്തിൽ ഈ ആയത്തുകൾ നമ്മൾ വിചാരിക്കേണ്ട ഇത് ബനൂ ഇസ്രായേലരോടാണല്ലോ, ഇത് ബനൂ ഇസ്രായേൽക്കാണല്ലോ എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഇത് നമ്മൾ ഓരോരുത്തരോടുമാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ പശുവിനെ അറുക്കാൻ പറഞ്ഞ സന്ദർഭം, ആ സമയത്ത് അവർ ചോദ്യങ്ങൾ അധികരിപ്പിച്ചതിന്റെ പേര് അവർക്ക് അതൊരു പ്രയാസമായി മാറുകയും അവസാനം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അവർക്ക് അറുക്കാൻ പറ്റി. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, അള്ളാഹു എന്തെങ്കിലും ഒരു കൽപ്പന നമ്മളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ അതേപടി അനുസരിക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് ആ കാര്യം നമ്മൾ പ്രയാസമാക്കാൻ പാടില്ല എന്നുള്ളത്. എന്ത് കാര്യവും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി ഈ ഒരു ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അതായത് നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്ത് വെറുതെ ഇരുന്നാൽ പോരാ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നുള്ള കാര്യം. അതുപോലെ ബനൂ ഇസ്രായേലിലേക്ക് ഉണ്ടായ ഒരു
ചിന്തയാണ്. അവരെ നരകം വളരെ കുറഞ്ഞ സമയങ്ങളിലല്ലാതെ നരകം സ്പർശിക്കൂല എന്നൊരു ചിന്ത. സത്യത്തില് ഒരിക്കലും അങ്ങനെയല്ല അല്ലെ. അവർക്ക് അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെന്തായി തെറ്റിപ്പോയി. അവര് നേരായ മാർഗത്തിൽ നിന്ന് അവര് തെറ്റിപ്പോയത് കാരണത്താലാണ് അവർക്ക് ഈ ഒരു പിന്നെ ചിന്ത അവർക്ക് വന്നിട്ടുണ്ടായത്. ഓരോരുത്തരും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് സ്വർഗമുണ്ടല്ലേ. ബല മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതിഅതുഹു ഫഉലൈക അസ്ഹാബുന്നാർ. ആര് തിന്മ സമ്പാദിക്കുകയും തിന്മയിൽ തന്നെ ആയിക്കൊണ്ട് കഴിയുകയും ചെയ്താൽ തീർച്ചയായും അവർ നരകത്തിന്റെ ആളുകളായിരിക്കും, അവർ അതിൽ സ്ഥിരവാസികളായിരിക്കുമെന്ന് നമുക്ക് 81 ആയത്തിലൂടെ അള്ളാഹു താല പറയുന്നു. അതുപോലെ തന്നെ 82 ആയത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് എന്ത്, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ തീർച്ചയായും അവരെന്താണ് സ്വർഗാവകാശികളായിരിക്കും, സ്വർഗത്തിന്റെ ആളുകളായിരിക്കും, അവർ സ്ഥിരവാസികളായിരിക്കും അതിലെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കർമ്മങ്ങൾ ഒരിക്കലും ഇന്ന ഗോത്രത്തിൽപ്പെട്ട ആളെന്നോ ഇന്ന പിന്നെ കുടുംബത്തിൽപ്പെട്ട ആളെന്നോ കരുതിയിട്ട് ഒരിക്കലും എന്തില്ല, നമുക്കവിടെ രക്ഷയില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് നാളെ ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം. പിന്നെ അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ വിശദമായി പറയുന്നുണ്ട്. അതിനുശേഷം ഈസാ അലൈഹിസ്സലാമിന്റെ നിയോഗത്തെ കുറിച്ചും പിന്നെ നമുക്ക് ഈ സൂറത്തുൽ ബഖറയിലൂടെ തന്നെ അറിയിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിശ്വസിക്കുന്ന വിഷയം അല്ലെ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അവർ ശത്രുവായി കണ്ടിരുന്നു പിന്നെ ഒരു വിഭാഗം ആളുകൾ. അപ്പോ അള്ളാഹു തആല അതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമാക്കി തരാണ്. ഒരിക്കലും നമ്മൾ ആ രൂപത്തിലേക്ക് നമ്മളെ ചിന്ത പോകാനേ പാടില്ല അല്ലെ. ആരെങ്കിലും അള്ളാഹുവിനും ജിബ്രീൽ അലൈഹിസ്സലാമിന് ശത്രുവായാല് അവൻ അള്ളാഹുവിന്റെ ശത്രുവായിരിക്കും അല്ലെ. അപ്പം നമ്മള് ഒരിക്കലും പിന്നെ അതിൽ അവിശ്വസിക്കാൻ പാടില്ല. മലക്കുകളിലുള്ള വിശ്വാസം എന്നുള്ളത് നമ്മളെ ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇതൊന്നും നമുക്ക് വിശദീകരിക്കാന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിനുള്ള അത്രയും സമയം നമുക്കില്ല. ഇതൊക്കെ പറയുന്നത് എന്താ അറിയോ, നമ്മൾ ഇതൊക്കെ പഠിക്കണം. അള്ളാഹു തആല ഓരോ ആയത്തുകളിലൂടെയും നമുക്ക് അറിയിച്ചു തരുന്ന മെസ്സേജുകൾ എന്താണ്, നമ്മളെ ജീവിതത്തിലേക്ക് ഇതിലേക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. ഒരുപാട് നമ്മളെ ജീവിതത്തെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ അതിലൂടെ തീർച്ചയായും സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും തുടക്കം കുറിക്കാം. തഫ്സീർ ഹിഫ്ള് പഠിക്കുന്നതോടൊപ്പം തഫ്സീർ പഠനത്തിന്, തഫ്സീറിന്റെ വിശദമായ പഠനത്തിന് വേണ്ടി എല്ലാവരും തയ്യാറാവുക. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെയും അതുപോലെ ഹാറൂത്ത് മാറൂത്തിന്റെയും അവിടെ സിഹറിന്റെ വിഷയങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് അല്ലെ. നമുക്ക് എന്ത് ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും അത് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയല്ലാതെ അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഒരു വിഷയം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ അറിയോ, നമ്മൾ ദുനിയാവ് ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്താല് അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയും ഉണ്ടാവില്ല അല്ലെ. മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ പരലോകം നമ്മൾ ആഗ്രഹിക്കുക, പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുക. പിന്നെന്താ പറയുന്നത്, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമസ്കാരത്തിന്റെ ആഹ്വാനം വീണ്ടും ഈ സൂറത്തിലൂടെ അല്ലാഹു തആല നൽകുന്നുണ്ട്. നമസ്കരിക്കുവാനും സക്കാത്ത് നൽകുന്ന വിഷയവും വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പള്ളികളിൽ തൊട്ട് തടയുന്ന ആൾക്കാരെ കുറിച്ച് പ്രത്യേകം, കാരണം അത് വമ്പിച്ച അക്രമമാണ്. വമൻ 114 ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു. അള്ളാഹുവിന്റെ പള്ളികളെ തൊട്ട് തടയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വമ്പിച്ച അക്രമമാണെന്നും
പിന്നെ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആവാൻ പാടില്ല. അവർക്ക് ദുനിയാവില് നിന്ദ്യതയും പരലോകത്ത് വമ്പിച്ച ശിക്ഷയും ഉണ്ടാവും എന്നുള്ള ആ ഒരു കാര്യം. പിന്നെന്താ പറയുന്നത്, പിന്നെ കിഴക്കും പടിഞ്ഞാറും ഒക്കെ എന്താണ് അള്ളാഹുവിൻ്റെത് തന്നെയാണ് അല്ലെ. എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ആദ്യം ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് രണ്ടാമത്തെ ദിവസം എത്തുമ്പോൾ ഖിബ്ല മാറ്റത്തിന്റെ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യം തീരുമാനിക്കണമെങ്കിൽ അല്ലെ, ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അതിനോട് ഉണ്ടാവുക എന്ന് പറയവേണ്ടപ്പോഴേക്കത് ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. പിന്നെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഈ ഒരു ജുസിയിൽ തന്നെ മൂസ അലൈഹി സ്വലാമിനെ കുറിച്ചും ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ചും സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ചും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, ആ ഒരു ഓരോ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അല്ലാഹു തആല അറിയിച്ചു തരുന്നുണ്ട്. പ്രത്യേകമായിട്ട് മൂസ അലൈഹി സ്വലാമിനെ വളരെ വിശാലമായി നമുക്കറിയാൻ ഈ ഒരു സൂറത്ത് സഹായിക്കും. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തതും അദ്ദേഹത്തെ പിന്നെ ജനങ്ങൾക്ക് ഇമാമാക്കിയ ആ വിഷയം അല്ലെ, 124 ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നു. മഖാമ ഇബ്രാഹിം മുസല്ല അല്ലെ, പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാം അല്ലാഹു തആല ആ നാടിനെ നിർഭയത്വമായ നാടാക്കിയതും അതില് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയ വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാമും കാബ നിർമ്മാണം, കാബ നിർമ്മിച്ചതും പിന്നെ അതിനെ തുടർന്ന് അവർ നടത്തിയ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമായ അല്ലെ. നമ്മൾ ഓരോരുത്തരും എല്ലാ സന്ദർഭത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എപ്പോഴും നമ്മൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണേ എന്ന രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നുള്ളതും നമ്മളെ മേല് നിർബന്ധമാണ്. ആ കാര്യവും പിന്നെ ഇവിടെ നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് അല്ലാഹു തആല അറിയിച്ചു തരുന്നുണ്ട്. ഇതിന്റെ അവസാന ഭാഗമായിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞങ്ങൾ അല്ലെ യാതൊരു വിഷയത്തിലും നമ്മൾ എന്താക്കാൻ പാടില്ല, തർക്ക വിതർക്കങ്ങൾക്ക് ഉള്ള യാതൊരു സ്ഥാനവുമില്ല. നമ്മള് മില്ലത്ത് ഇബ്രാഹിം അല്ലെ അതില് പിൻപറ്റി ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വഹുവ റബ്ബുന വറബ്ബുക്കും വലന അമാലുന വലക്കും അമാലുക്കും അല്ലെ, ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബാണ് അവൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിച്ച നമുക്കുണ്ട്, അവർ പ്രവർത്തിച്ച അവർക്കുണ്ട് അല്ലെ. നമ്മൾ ഖലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി നമ്മൾ റബ്ബിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും നമ്മൾ വിശ്വസിക്കണം അല്ലെ. അള്ളാഹു അവതരിപ്പിച്ചതിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുണ്ടായ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിന്റെയും മേലെ നിർബന്ധമായ ബാധ്യതയാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആദ്യ ഭാഗത്തെ ജുസയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ അറിയാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ പിന്നെ ഇങ്ങനെ ഒരു സമ്മറി പറയാ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ വിചാരിക്കുന്ന ഓരോ ജുസയിലും വരുന്ന ഒന്നോ രണ്ടോ ആയത്തുകൾ എടുത്തിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയാന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എങ്ങനെ വേണമെന്നുള്ളത് പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ആയത്തുകൾ മാത്രം, ഒരു 3 അങ്ങനെ ആയത്തുകൾ ഓരോ ജുസയിലും വരുന്ന ചുരുങ്ങിയ ആയത്തുകൾ നമുക്ക് നോക്കിയിട്ട് അതില് കാര്യങ്ങൾ പറയാം. ഇപ്പോ ജസ്റ്റ് തുടക്കമായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിട്ടില്ല സത്യത്തില്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ ഉടനീളം അത് നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഓരോ ദിവസവും
ഓരോ കാര്യങ്ങളും നമ്മളിൽ പുതുതായി, അതായത് ഒരു നന്മയെങ്കിലും പുതുതായി കൊണ്ടുവരാൻ ഓരോരുത്തരും പരിശ്രമിക്കാം. പ്രത്യേകമായിട്ട് പറയും, ഇപ്പൊ റംലാനിൽ ഓരോ കർമ്മങ്ങൾക്കും ഭയങ്കര പ്രതിഫലമാണല്ലോ. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, വുളു ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണല്ലോ. വുളുവോട് കൂടി തന്നെ നമ്മളെ ദിവസങ്ങൾ, ഈ റമദാനിലെ ദിവസങ്ങളിലെ പകലുകളും രാത്രികളും നമ്മൾ ഉറങ്ങാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് വുളു കീപ്പ് ചെയ്യാനുള്ള ഒരു പരിശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുൻപിൽ അദ്ദേഹത്തിന്റെ കാലടിയുടെ ശബ്ദം കേട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തെ ഏറ്റവും മുമ്പിലാക്കിയ ഒരു വിഷയമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു. അദ്ദേഹം ഏത് സമയത്തും വുളു കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് നമസ്കരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മള് പിന്നെ ആ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു ശ്രദ്ധ, അല്ലെ, എല്ലാ സമയത്തും ഒരു ശുദ്ധിയോടുകൂടി ആകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. രോഗികളും മറ്റ് പ്രയാസപ്പെടുന്നവരും അതിനുവേണ്ടി മെനക്കെടരുത്. അല്ലാതെ പറ്റുന്നവരൊക്കെ എന്താക്കുക, ആ ഒരു വിഷയത്തിൽ താല്പര്യം, അതായത് ഒരു സുന്നത്തിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ഓരോ ദിവസവും ഓരോ സൽക്കർമ്മങ്ങൾ നമുക്ക് അത് കണ്ടിന്യൂസ് നമ്മളെ ലൈഫ് ടൈം നിലനിർത്തി കൊണ്ടുപോകാനോ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك